വിശദമായ വാർത്തകളിലേക്ക്. ബിജെപിക്കെതിരായ വോട്ടുകൾ എങ്ങനെ ഛിന്നഭിന്നമാക്കാമെന്നതാണ് കോൺഗ്രസിന്റെ ചിന്തയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിജെപിക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ രാഹുൽ രാജ്യത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശം. ദില്ലിയിലും യുപിയിലും കോൺഗ്രസ് കൈക്കൊണ്ട സമീപനം ബിജെപിയെ സഹായിക്കുന്നത്. ബിജെപി തകരണമെന്നതിന് ഉതകുന്ന നിലപാടാണോ കോൺഗ്രസ് കൈക്കൊള്ളുന്നതെന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നു. ഇവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ വന്ന രാഹുൽ ഗാന്ധി പരസ്യമായി പറയാണ്, ഇടതുപക്ഷത്തെ കുറിച്ച് അക്ഷരം എതിരായിട്ട് പറയില്ല. നിങ്ങൾ മത്സരിക്കാൻ വന്നത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ പറ്റുമോ നോക്കാനാണല്ലോ. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ നോക്കുമ്പോ അത്തരമൊരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുമ്പോ രാജ്യത്ത് നൽകുന്ന സന്ദേശം എന്താ? ഇടതുപക്ഷം പരാജയപ്പെടുത്തേണ്ടതാണ്. ആറ്റിങ്ങൽ യുഡിഎഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ മാറ്റിവെച്ചു. നാമനിർദ്ദേശ പത്രിക പൂർണ്ണമല്ലെന്ന് കാണിച്ചാണ് പത്രിക മാറ്റിവെച്ചത്. വിവരങ്ങളുമായി ജീവൻ ചേരുകയാണ്. ജീവൻ, എന്താണ് അടൂർ പ്രകാശിന്റെ പത്രിക മാറ്റിവെക്കാൻ കാരണം? പ്രിയ, ഇന്ന് സംസ്ഥാന വ്യാപകമായി വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ ഇന്ന് സ്ക്രൂട്ടണി ചെയ്യുന്ന ദിവസമാണ്. ഇന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ദിവസമാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചില്ല. അതിൽ ആശ്രിതരുടെ കോളം പൂരിപ്പിക്കണമെന്ന ഭാഗം 3 സെറ്റ് പത്രികകളിലും ഒഴിച്ചിട്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ വിധിയും ഒപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങളും പ്രകാരം ഒരു കോളവും ഒഴിച്ചിടാൻ പാടില്ല. ഒന്നെങ്കിൽ വ്യക്തമായി നില്ലെന്ന് രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ ബാധകമല്ല എന്ന് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനാവശ്യമായ വിവരങ്ങൾ എഴുതുകയോ അവിടെ ചെയ്യണമെന്നതാണ് വിവിധ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ. ഇതേ തുടർന്ന് LDFിന് വേണ്ടി ഹാജരായ വർക്കല MLA അഡ്വക്കേറ്റ് പി ജോയിയും അതോടൊപ്പം പള്ളിച്ചൽ പ്രമോദും അടക്കമുള്ള അഭിഭാഷകരും അടൂർ പ്രകാശിന്റെ പത്രിക തള്ളണമെന്ന ആവശ്യം മുൻപോട്ട് വെച്ചു. 3 സെറ്റ് പത്രികകളിലും ഇത്തരത്തിൽ കോളം പൂരിപ്പിക്കാതെ ഒഴിച്ചിട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ പത്രിക തള്ളണമെന്ന തടസ്സവാദം LDF ഉന്നയിച്ചതോടുകൂടി ഈ കാര്യത്തിന്മേൽ തീരുമാനമെടുക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ഇത് സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയുടെ വിവിധ വിധിന്യായങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങളും പരിശോധിച്ച ശേഷം ഈ കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കാം എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അടൂർ പ്രകാശിന്റെ ഒഴികെയുള്ള മറ്റെല്ലാ പത്രികകളും സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുണ്ടായിരിക്കുന്നത്. അടൂർ പ്രകാശിന്റെ പത്രിക ഏതെങ്കിലും വിധത്തിൽ തെള്ളുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ അത് വലിയ പ്രത്യാഘാതം UDF രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും. അടൂർ പ്രകാശ് വളരെ വർഷങ്ങളായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ്. UDFിന്റെ മുതിർന്ന നേതാക്കൾ കൂടിയിരുന്നാണ്. വളരെ ഇത്തരത്തിൽ ഒരു പത്രികാ സമർപ്പണ വേളയിൽ പുലർത്തേണ്ട, വളരെ ജാഗ്രതയോടുകൂടി പുലർത്തേണ്ട ഒരു കാര്യം, ഈ കാര്യത്തിൽ ഫില്ല് ചെയ്യാതെ ആശ്രിതരുടെ കോളം ഒഴിച്ചിട്ടിരിക്കുന്നത് തീർച്ചയായും വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി LDF തടസ്സവാദം ഉന്നയിച്ചത് UDF കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അതിന്റെ ഒരു വലിയ ആശങ്ക അവരുടെ ഭാഗത്തുണ്ട്. എന്നാൽ അല്പസമയങ്ങൾക്ക് മുമ്പ് നമ്മൾ UDFിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ ഇതൊരു ക്ലറിക്കൽ എറർ മാത്രമാണ്, അതുകൊണ്ട് ഈ തങ്ങളുടെ പത്രിക തെള്ളില്ല എന്ന ശുഭാപ്തി വിശ്വാസമാണ് അവർ UDF നേതാക്കന്മാർ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും LDF ഉന്നയിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഉന്നയിച്ചുകൊണ്ടും സുപ്രീം കോടതിയുടെ വിവിധ വിധിന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള തടസ്സവാദമാണ് LDF ഉന്നയിച്ചിരിക്കുന്നതിനാൽ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് അന്തിമമായ തീരുമാനമാണ് എടുക്കുക എന്നത് ഈ കാര്യത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഉദ്വേഗജനകമായ രംഗങ്ങളാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് ഇന്നത്തെ സൂക്ഷ്മ പരിശോധനയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രിയ, ശരി. അടൂർ പ്രകാശിന്റെ നാമനിർദ്ദേശ പത്രിക മാറ്റിവെച്ചിരിക്കുന്നു. പത്രിക പൂർണ്ണമല്ല എന്ന് കാട്ടിയാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക മാറ്റിവെച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ജീവൻകുമാർ നൽകിയത്. 5 കോടി രൂപ കോഴ ചോദിക്കുന്നതിനിടെ MK രാഘവനെ ഒളിക്യാമറയിൽ കുടുക്കിയ വാർത്തയ്ക്ക് പിന്നിൽ CPIM ആണെന്ന ആരോപണം ബാലിശമെന്ന് P മോഹനൻ മാസ്റ്റർ.
ആരോപണം തെളിയിക്കാൻ MK രാഘവനെ വെല്ലുവിളിക്കുന്നു. ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ രാഘവൻ കരച്ചിൽ നാടകം നടത്തുകയാണ്. നടന്നത് നഗ്നമായ അഴിമതിയെന്നും പി മോഹനൻ മാസ്റ്റർ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ കോഴ വിവാദത്തിൽ കുടുങ്ങിയതിനു പിന്നിൽ CPIM ആണെന്ന രാഘവന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ആരോപണത്തിനെതിരെയാണ് ശക്തമായ പ്രതികരണവുമായി CPIM ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ആരോപണം തെളിയിക്കാൻ MK രാഘവനെ CPIM ജില്ലാ സെക്രട്ടറി പി മോഹനൻ വെല്ലുവിളിച്ചു. നടന്നത് നഗ്നമായ അഴിമതിയാണ്. കോഴ ആരോപണത്തിന് മറുപടി പറയാതെ രാഘവൻ കരച്ചിൽ നാടകം നടത്തുകയാണ്. രാഘവന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്നും പി മോഹനൻ ആവശ്യപ്പെട്ടു. തികച്ചും ബാലിശമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണം തെളിയിക്കാൻ ശ്രീ MK രാഘവനെ ഞങ്ങൾ CPIMന്റെ ജില്ലാ നേതൃത്വം വെല്ലുവിളിക്കുകയാണ്. ആ ആരോപണം തെളിയിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഉത്തരവാദപ്പെട്ട ഒരു ജനപ്രതിനിധി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് സമൂഹത്തിൽ ഇത് വെളിവാക്കപ്പെട്ടതോടെ സ്വയം അപഹാസ്യനായതിനെ തുടർന്ന് ഉണ്ടായ ഗതികേട് കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. MK രാഘവനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായും പി മോഹനൻ അറിയിച്ചു. അതേസമയം രാഘവൻ കോഴ ആവശ്യപ്പെട്ട വാർത്തയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒഴിഞ്ഞുമാറി. ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോട് ചെന്നിത്തല ക്ഷുഭിതനായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MK രാഘവന്റെ കോഴ വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കോഴിക്കോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് രമേശ് ചെന്നിത്തല ഒഴിഞ്ഞുമാറി. ക്ഷുഭിതനായ ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ നിന്ന് എഴുന്നേറ്റുപോയി. അത് ഞാൻ പറഞ്ഞല്ലോ, മുഖത്ത് വെച്ച് പറഞ്ഞല്ലോ, എപ്പോഴും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ശരിയെന്നാ, മാധ്യമങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അവർക്ക് കിട്ടിയതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതല്ല, ഇനി ഇത് കൂടുതൽ കാര്യങ്ങൾ ഓരോ സ്ഥാനാർത്ഥിയെ പറ്റി CPM ഇങ്ങനെ പുറത്തു കൊണ്ടുവരാനുള്ള സ്ഥിരം പരിപാടിയാണ്. MK രാഘവനെ കോഴിക്കോട് ജനങ്ങൾക്കറിയാം. 10 വർഷം ഇവിടെ MP ആയിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ്. ഇങ്ങനെയുള്ള ഉണ്ടയില്ല വെടിയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം, ഇത് ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പമാണ്. അത് ഞാൻ നിങ്ങൾ എല്ലാവരും ചോദിക്കേണ്ട ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, ഒറ്റ കാര്യവും, ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതുപോലെ ധാരാളം ആരോപണങ്ങൾ CPMന്റെ ഭാഗത്തു നിന്നും അവരാലോചിച്ച് പുറത്തു കൊണ്ടുവരാറുണ്ട്. ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് ഇതിനൊന്നും വലിയ ഗൗരവം ഞങ്ങൾ കൊടുക്കുന്നില്ല, ജനങ്ങളും കൊടുക്കില്ല. അതേ ഞാൻ പറയും, ഇതൊരു ഉണ്ടയില്ല വെടിയാണ്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. താങ്ക് യു. എനിക്കിതേ സംബന്ധിച്ച് പറയാനുള്ളതൊക്കെ ഞാൻ മുഖത്ത് വെച്ചും പറഞ്ഞു, ഇവിടെ വെച്ചും പറഞ്ഞു. ഇനി എനിക്കിതേപ്പറ്റി ഒന്നും പറയാനില്ല. താങ്ക് യു വെരി മച്ച്. ഇന്ത്യയിൽ മൊത്തം നടത്തിയ ഒരു ഓപ്പറേഷനാണ് അത്. MK രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ കളക്ടർ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രാഥമിക റിപ്പോർട്ട് നൽകും. ഒളിക്യാമറ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന വേണ്ടിവരുമെന്ന് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നതായാണ് സൂചന. ഹോട്ടൽ തുടങ്ങുന്നതിനായി ഭൂമി ലഭ്യമാക്കാൻ സഹായം ആവശ്യപ്പെട്ട് MPയെ സമീപിച്ചവരോട് 5 കോടി കോഴയെ ആവശ്യപ്പെട്ടുവെന്നാണ് MK രാഘവനെതിരായ വാർത്ത പുറത്തായതിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു. BJP സ്ഥാപക നേതാവ് മുരളി മനോഹർ ജോഷി കോൺഗ്രസിലേക്ക്. വാരണാസി സീറ്റ് മുരളി മനോഹർ ജോഷിക്ക് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തതായി സൂചന. പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനും നീക്കം. അതേസമയം മുരളി മനോഹർ ജോഷിയെയും LK അദ്വാനിയെയും അനുനയിപ്പിക്കാൻ BJP ശ്രമം ആരംഭിച്ചു. നരേന്ദ്രമോദി ഏകാധിപത്യത്തിൽ ലോക്സഭാ സീറ്റ് പോലും നിഷേധിക്കപ്പെട്ട BJP സ്ഥാപക നേതാവായ മുരളി മനോഹർ ജോഷി കോൺഗ്രസിലേക്കെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. കോൺഗ്രസ് നേതാക്കൾ പലതവണ മുരളി മനോഹർ ജോഷിയുമായി ചർച്ച നടത്തി. 2014 വരെ അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്ന വാരണാസി ലോക്സഭാ മണ്ഡലം വാഗ്ദാനം ചെയ്തു. സമാജ്വാദി നേതാവ് അഖിലേഷ് യാദവും മുരളി മനോഹർ ജോഷിയുമായി സംസാരിച്ചു. വാരണാസിയിൽ പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. മോദി എത്തിയതിനെ തുടർന്ന് വാരണാസിയിൽ നിന്നും പുറത്താക്കപ്പെട്ട മുരളി മനോഹർ ജോഷിക്ക് 2019 മത്സരിക്കാൻ മണ്ഡലം പോലും BJP നൽകിയില്ല. ഇതറിയിക്കാനെത്തിയ ദൂതനോട് മുരളി മനോഹർ ജോഷി പൊട്ടിത്തെറിച്ചിരുന്നു. എന്തുകൊണ്ട് മോദിയോ അമിത്ഷയോ തന്നോട് സംസാരിക്കുന്നില്ല എന്നാണ് ജോഷി ചോദിച്ചത്.
മത്സരിക്കരുതെന്ന് ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടെന്ന് വ്യക്തമാക്കി. തൊട്ടടുത്ത ദിവസം കാൺപൂരിലെ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് മുരളി മനോഹർ ജോഷി എഴുതിയ കുറിപ്പും BJPയെ വെട്ടിലാക്കി. 5 വർഷത്തിനു ശേഷം പാർട്ടി നേതൃത്വത്തെ വിമർശിച്ച് ബ്ലോഗ് എഴുതിയ LK അദ്വാനിയും BJP വിടുമെന്നാണ് സൂചന. അദ്വാനിയുടെ ബ്ലോഗിനെ പിന്തുണച്ചുകൊണ്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തിയത് രാഷ്ട്രീയ നീക്കത്തിന്റെ സൂചന നൽകുന്നു. ഇരുവരെയും അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും സജീവം. അദ്വാനിയുമായി ബന്ധം പുലർത്തുന്ന വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് മധ്യസ്ഥ ചർച്ച നടത്തിയേക്കും. RSS തലവൻ മോഹൻ ഭഗതും മുതിർന്ന നേതാക്കളെ അവഗണിച്ച മോദി നിലപാടിനെതിരാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ RSS സജീവമല്ല. അമിത്ഷായോട് LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അനുനയിപ്പിക്കാനും RSS ആവശ്യപ്പെട്ടിരിക്കുന്നു. മുരളി മനോഹർ ജോഷി പ്രതിപക്ഷത്തേക്ക് പോയാൽ സംഘപരിവാർ സംഘടനകൾക്ക് അത് വൻ തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാകിസ്ഥാന്റെ F-16 വിമാനം തകർത്തുന്ന ഇന്ത്യയുടെ വാദം തള്ളി അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ. പാകിസ്ഥാന് നൽകിയ വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടില്ലെന്ന് US പ്രതിരോധ വൃത്തങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരിച്ചെന്ന് അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. പുൽവാമ ആക്രമണത്തെ തുടർന്ന് രൂക്ഷമായ ഇന്ത്യ പാക് സംഘർഷ സമയത്ത് അതിർത്തി കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ വിമാനത്തെ തകർത്തെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. അമേരിക്കൻ നിർമ്മിത F-16 വിമാനത്തിൽ ഉപയോഗിക്കുന്ന അമ്രാം മിസൈൽ അവശിഷ്ടങ്ങൾ ഇന്ത്യ പ്രദർശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ F-16 വിമാനം തകർന്നിട്ടില്ലെന്ന് US സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു രാജ്യത്തിന് നേരെ ഉപയോഗിക്കരുതെന്ന ഉപാധികളോടെ നൽകിയ F-16 വിമാനങ്ങളെല്ലാം പാകിസ്ഥാന്റെ പക്കലുണ്ടെന്ന് US പ്രതിരോധ വിഭാഗം അറിയിച്ചെന്ന് അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. വിമാനം വെടിവെച്ചിട്ടെന്ന ഇന്ത്യൻ അവകാശവാദത്തിനു പിന്നാലെ പാകിസ്ഥാൻ അമേരിക്കയെ വിമാനം പരിശോധിക്കാൻ ക്ഷണിച്ചിരുന്നു. പാകിസ്ഥാനിലെത്തി F-16 വിമാനങ്ങൾ അമേരിക്ക എണ്ണി തിട്ടപ്പെടുത്തിയെന്നാണ് അമേരിക്കൻ മാധ്യമത്തിന്റെ റിപ്പോർട്ട്. MiG-21 ഉപയോഗിച്ച് അഭിനന്ദൻ വർത്തമാനാണ് പാകിസ്ഥാൻ വിമാനം തകർത്തത്. പാക് അതിർത്തിക്കുള്ളിൽ വിമാനം വീഴുന്നതിന് സാക്ഷികളുണ്ട്. ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ ഇന്ത്യ കണ്ടെടുത്തെന്നും വിദേശകാര്യ മന്ത്രാലയം അന്ന് പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നടിയെ ആക്രമിച്ച കേസിൽ CBI കോടതിയിൽ പ്രാഥമിക വാദം തുടങ്ങി. രഹസ്യവാദത്തിന് കോടതിയുടെ നിർദ്ദേശം. കേസിനെ പ്രത്യേക സ്വഭാവവും കോടതി പരിഗണിച്ചു. എതിർപ്പുള്ള രേഖകൾ ഒഴികെ പ്രതികൾക്ക് കൈമാറണമെന്ന് കോടതി. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുകയാണ്. വിഷ്ണു, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? രഹസ്യ വിചാരണയ്ക്കും അതുപോലെ വനിതാ ജഡ്ജിനും വേണ്ടി പരാതിക്കാരിയായ നടി തന്നെയാണ് അപേക്ഷ നൽകിയിരുന്നത്. ഇത് പരിഗണിച്ച കോടതിയാണ് ഇപ്പോൾ രഹസ്യ വിചാരണയ്ക്കുള്ള അനുമതി നൽകിയിട്ടുള്ളത്. കേസിൽ ആദ്യഘട്ട വിചാരണയാണ് ഇപ്പോൾ എറണാകുളം CBI കോടതിയിൽ വെച്ച് നടക്കുന്നത്. എന്നാൽ ദിലീപിന് ഈ കേസിൽ ദിലീപിന് മേൽ കുറ്റം ചാർത്തുന്നതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകൻ, അതായത് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ച കാര്യം സുപ്രീം കോടതിയിൽ ദിലീപ് സമർപ്പിച്ച ഹർജി നിലനിൽക്കുന്നുണ്ടെന്നും അതിനാൽ ആ ഹർജി പരിഗണിക്കുന്നത് വരെ ദിലീപിനെതിരെ കുറ്റം ചാർത്തരുത് എന്നുമായിരുന്നു. എന്നാൽ ഇക്കാര്യം തങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ കോടതിയിലേക്ക് ഇതുമായി സംബന്ധിച്ച് ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് നടിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ പ്രാഥമിക ഘട്ട വിചാരണ മാത്രമാണ് നടക്കുന്നതെന്നും ഈ കുറ്റം ചാർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കാമെന്ന് കോടതി അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇനിയുള്ള വിചാരണയെല്ലാം രഹസ്യമായാണ്. രഹസ്യ വിചാരണയ്ക്കാണ് ഇപ്പോൾ കോടതി അനുമതി നൽകിയിട്ടുള്ളത്. ഈ കാര്യം കഴിഞ്ഞ ദിവസമായിരുന്നു ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദിലീപിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചത്. ഈ ഹർജി പരിഗണിക്കുമ്പോൾ സീനിയർ അഭിഭാഷകന്റെ സൗകര്യം കണക്കിലെടുത്ത് കേസ് മാറ്റിവെക്കണം, അല്ലെങ്കിൽ ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെക്കണമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു അവസരത്തിൽ അടുത്ത മാസം 1-ാം തീയതിയിലേക്ക് ഈ ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ദിലീപിന്റെ അഭിഭാഷകൻ ഇന്ന് വിചാരണ വേളയിൽ CBI കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും ഇനി രഹസ്യ വിചാരണയാണ് നടക്കാൻ പോകുന്നത്. 6 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കുന്ന ഒരു സാഹചര്യവും ഈ കേസിലുണ്ട്. പ്രിയ, ശരി. വിഷ്ണുപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ബോണ്ടിനെതിരായ ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി ഏപ്രിൽ 10ലേക്ക് മാറ്റി. നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായത്തിനെതിരെ CPIM ഉൾപ്പെടെ വിവിധ സംഘടനകളാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഏപ്രിൽ 10 കേസിൽ വിശദമായ വാദം കേൾക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. കേന്ദ്ര ഭരണകക്ഷിക്ക് കോർപ്പറേറ്റ് ഫണ്ട് ലഭിക്കുന്നതിനുള്ള മാർഗമാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് ബോണ്ട് സമ്പ്രദായം എന്നാണ് CPIM അടക്കമുള്ള ഹർജിക്കാരുടെ വാദം. നിലവിലെ സംവിധാനം മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ ഫണ്ട് സമാഹരിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് നടത്തണമെന്നാണ് CPIMന്റെ ആവശ്യം. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. 303 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. വയനാട്ടിലും ആറ്റിങ്ങലിലും 23 പത്രികകൾ സമർപ്പിച്ചു.
കുറവ് ഇടുക്കിയിലാണ്. 9 ഇടുക്കിയിൽ സമർപ്പിക്കപ്പെട്ടത്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 8 നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലായി ആകെ 303 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. അവസാന ദിനം മാത്രം സമർപ്പിച്ചത് 149 പത്രികകൾ. 303 പത്രികകളിൽ കാസർഗോഡ് 11, കണ്ണൂർ 17, വടകര 15, കോഴിക്കോട് 19, മലപ്പുറം 14, പൊന്നാനി 18, പാലക്കാട് 13, ആലത്തൂർ 10, തൃശൂർ 13, ചാലക്കുടി 16, എറണാകുളം 18, കോട്ടയം 15, ആലപ്പുഴ 14, മാവേലിക്കര 12, പത്തനംതിട്ട 11, കൊല്ലം 12, തിരുവനന്തപുരം 20 എന്നീ നിലയിലാണ് പത്രികകൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് വയനാട്, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ്, 23 വീതം. ഏറ്റവും കുറവ് ലഭിച്ചത് ഇടുക്കിയിൽ 9 പത്രികകളാണ് ഇവിടെ സമർപ്പിക്കപ്പെട്ടത്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും ആറ്റിങ്ങലിലെ ശോഭാ സുരേന്ദ്രനും പത്രികകൾ പുതുക്കി നൽകി. കൂടുതൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായെന്ന സത്യവാങ്മൂലത്തോടെയാണ് പുതുക്കിയ പത്രിക. കഴിഞ്ഞ മാസം 28-നാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയത്. ഇന്ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 8. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥിയും UDF കൺവീനറുമായ ബെന്നി ബെഹനാനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 3 മണിയോടെയാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടായതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് രാവിലെയോടെ അദ്ദേഹത്തെ ആൻജിയോപ്ലാസ്റ്റിക്കിന് വിധേയനാക്കി. ബെന്നി ബെഹനാൻ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. അദ്ദേഹത്തെ ചാലക്കുടി MP ഇന്നസെന്റ് സന്ദർശിച്ചു. നാഷണൽ ഹെറാൾഡ് പത്രം പ്രവർത്തിക്കുന്ന ദില്ലിയിലെ കെട്ടിടം ഒഴിയണമെന്ന വിധി സുപ്രീംകോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ഫെബ്രുവരി 28-ലെ ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ നാഷണൽ ഹെറാൾഡ് ഹൌസ് പാട്ടത്തിനെടുത്ത അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നഗരവികസന മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ചു. പാട്ടക്കരാർ വ്യവസ്ഥകൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അസോസിയേറ്റഡ് ജേണലിനോട് കെട്ടിടമൊഴിയാൻ അധികൃതർ ആവശ്യപ്പെട്ടത്. ഇതിനെതിരെ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ച കോൺഗ്രസിന് തിരിച്ചടി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് സുപ്രീംകോടതിയിൽ എത്തിയത്.